ദേശീയ ശാസ്ത്രദിനം എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ? ലളിതമായൊരു ചോദ്യമാണെന്ന് തോന്നാം, അല്ലേ? പക്ഷെ പലപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ചിത്രം വെച്ച് ഇതിന്റെ ഉത്തരം കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പോവുകയാണ്. റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്, ഈ ചോദ്യത്തിന് നമുക്കൊരു പസിൽ പോലെ കാണാം, അല്ലേ? ഇതിലെ ഓരോ തുമ്പും നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഇതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. ദേശീയ ശാസ്ത്രദിനം എന്നാണ്. ഇത് ഇന്ത്യയുടെ ശാസ്ത്ര ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, 4 സാധ്യതകൾ. ഇതിലെ ഓരോ തീയതിയും നമ്മളൊന്ന് കൺഫ്യൂഷൻ ആക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ മനസ്സിലൊരു ഉത്തരം ഒന്ന് ലോക്ക് ചെയ്തോളൂ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഏതാണ് ശരിയെന്ന്. ഒന്നാമത്തെ ഓപ്ഷൻ ഫെബ്രുവരി 22. എന്താ തോന്നുന്നത്? ഇതൊരു സാധ്യതയാണോ? മാസത്തിലെ ഈ സമയത്തൊക്കെ പല പ്രധാന ദിവസങ്ങളും വരാറുണ്ട്. പക്ഷേ ഇത് ശാസ്ത്രദിനമാണോ? അടുത്തത് നോക്കാം, ഫെബ്രുവരി 24. നമ്മൾ ഉത്തരത്തിലേക്ക് അടുക്കുന്നുണ്ടോ അതോ തെറ്റായ ഓപ്ഷനിലാണോ? ഓരോന്നും നമ്മളെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. മൂന്നാമത്തേത് ഫെബ്രുവരി 26. ഇനിയൊരൊറ്റ ഓപ്ഷൻ കൂടിയേ ബാക്കിയുള്ളൂ. ശരിക്കുള്ള ഉത്തരം ഇതിൽ വലുതുമാണോ? അതോ ആ അവസാനത്തെ ഓപ്ഷനായിരിക്കുമോ? ഓക്കെ, അവസാനത്തെ ഓപ്ഷൻ ഫെബ്രുവരി 28. അപ്പോൾ നമ്മുടെ മുന്നിൽ ഈ 4 സാധ്യതകളുമുണ്ട്. ഇതിൽ ഏതായിരിക്കും ഇന്ത്യയുടെ ശാസ്ത്രലോകത്തെ സംബന്ധിച്ച് അത്രയും നിർണായകമായ ആ ദിവസം? ശരി, അപ്പോ ഇനി അധികം കാത്തിരിക്കണ്ട. ശരിയായ ഉത്തരം ഏതാണെന്ന് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഈ ചിത്രം തന്നെ കാണിച്ചു തരട്ടെ. നോക്കിയാലോ? നോക്കിക്കേ, ഉത്തരം നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ചിത്രത്തിൽ പച്ച നിറത്തിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ? ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. അതെ, ആ തീയതി 28 ഇതിനു പിന്നിലൊരു വലിയ ചരിത്രമുണ്ട് കേട്ടോ. 1928 ഇതേ ദിവസമാണ് സർ സി.വി. രാമൻ ഇഫക്റ്റ് എന്ന അദ്ദേഹത്തിന്റെ ലോകപ്രശസ്തമായ കണ്ടുപിടുത്തം പ്രഖ്യാപിച്ചത്. അതുകൊണ്ടാണ് ഈ ദിവസം ഇത്രയധികം പ്രാധാന്യമുള്ളതാവുന്നത്. തീർച്ചയായും മാസം ഫെബ്രുവരി തന്നെ. അപ്പോ ഫെബ്രുവരി 28 ആ ചരിത്രപരമായ കണ്ടുപിടുത്തത്തിന്റെ ഓർമ്മയ്ക്കായി നമ്മൾ മാറ്റിവെച്ച ദിവസം. അപ്പോ നമ്മളെ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമുക്കതൊന്ന് ഉറപ്പിക്കാം. ഓക്കെ, അപ്പോ ഇതാണ് നമ്മൾ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ടത്. ദേശീയ ശാസ്ത്രദിനം എന്ന് പറയുന്നത് എല്ലാ വർഷവും ഫെബ്രുവരി 28 ഇത് വെറും സി.വി. രാമനുള്ള ഒരു ആദരം മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തത്തിലൊരു ശാസ്ത്രബോധം വളർത്തിയെടുക്കാനുള്ള ഒരു ദിവസം കൂടിയാണ്. ഇപ്പൊ ക്ലിയർ ആയില്ലേ? അപ്പോ ഇനിയിപ്പോൾ ആര് ചോദിച്ചാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം ഫെബ്രുവരി 28 ഇനി ഇത് മറന്നു പോവോ? അടുത്ത തവണ കാണുന്നതുവരെ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക, അല്ലേ?